അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേലക്കരയിലേക്ക് പോകാം. ആവേശകരമായ കുട്ടിക്കലാശത്തിനു പിന്നാലെ ചേലക്കരയിൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നാളെ മണ്ഡലം വിധിയെഴുതും. അവസാന വോട്ട് ഉറപ്പിക്കാനും അടിയൊഴുക്കുകൾ തടയാനുമുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ. ചേലക്കരയിൽ തുടർ വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ച പോലെ ചേലക്കരയും പിടിക്കുമെന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. വിവരങ്ങളുമായി സായ്കുമാർ നമുക്കൊപ്പമുണ്ട്. സായ്കുമാറിനോടൊപ്പം UR പ്രദീപുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സായ്കുമാർ, വെരി ഗുഡ് മോർണിംഗ്. UR പ്രദീപിനും വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നെഞ്ചിടിപ്പിന്റെ ദിവസമാണ്. എന്താണ് ഇന്നത്തെ പ്രചരണത്തിന്റെ ഒരു രീതി, സായ്കുമാർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ചേലക്കരയിൽ അതിഗംഭീരമായിട്ടുള്ള കുട്ടിക്കലാശം ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. എനിക്കൊപ്പം സ്ഥാനാർത്ഥി UR പ്രദീപ് ഉണ്ട്. പ്രതിഭേട്ട, ഡോക്ടർ അരുൺകുമാർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അരുൺജി ഡോക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഗംഭീരമായിട്ടുള്ള ചേലക്കരയുടെ എല്ലാ ചേലും നമുക്ക് കാണിച്ചു തന്ന ഒരു കുട്ടിക്കലാശമാണ് കഴിഞ്ഞത്. ഇന്നിപ്പോൾ എന്താ പരിപാടി? അതിനു മുമ്പ് ഒരു കാര്യം ഡോക്ടറോട് ഒരു സോറി പറയട്ടെ. ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ഒരു പരിപാടി അവിടെ ചേലക്കരയിൽ വെച്ച് വിളിക്കും. പക്ഷേ ഇന്നലെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. നേരത്തെ ഇറങ്ങി ചില പ്രദേശങ്ങളിൽ പോകണമെന്ന്. അതുകൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. ഒരു സോറി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാം. ഒരു മിനിറ്റ്, ഞാൻ അരുൺ സാറിനോട് തന്നെ സംസാരിക്കും. എനിക്കത് മനസ്സിലാവും. താങ്ക് യു UR പ്രദീപ്. ഇന്നലെ ഞങ്ങൾക്ക് അവിടെ മിസ് ചെയ്തു. പക്ഷേ എനിക്കറിയാം, പ്രത്യേകിച്ച് ഒരു കൊട്ടിക്കലാശത്തിന് സമയമാകുമ്പോൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടി ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രദീപ് തിരക്കിലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അത് സ്വാഭാവികമാണ്. അതിൽ നമുക്ക് വിഷമമൊന്നുമില്ല. കാര്യം ഞങ്ങൾ കണ്ടതാണ് പ്രദീപിൻ്റെയും രമ്യയുടെയൊക്കെ ഓട്ടം. പ്രത്യേകിച്ച് നല്ല മത്സരം നടക്കുന്നു എന്നൊരു പ്രതീതിയും മണ്ഡലത്തിലുണ്ട്. പ്രദീപ്, എങ്ങനെയുണ്ട്? ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ടോ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ? നല്ല കോൺഫിഡൻസ് ആണ്. ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നല്ലപോലെ ബോധ്യപ്പെടുന്നുണ്ട് ഡോക്ടർ. നമുക്ക് ഈ മണ്ഡലത്തിൽ ഇതുവരെ നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനം ജനം അത് തിരിച്ചറിയുന്നു. നല്ലപോലെ ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ഇനി വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചെല്ലാം പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് വിജയം 100% ഉറപ്പാണ്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ധാരാളം ചെല്ലുന്ന സ്ഥലത്തും അല്ലാതെയും ഫോൺ കോൾസ് വഴിയെല്ലാം വിളിച്ച് പറയുന്ന കാഴ്ചയും കാണുമ്പോൾ പാർട്ടി പ്രവർത്തകർ അവിടെ നമ്മുടെ ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ വന്നിങ്ങനെ ചോദിച്ചപ്പോൾ കുട്ടികളോടൊക്കെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ പറയുമ്പോൾ UR പ്രദീപിന്റെ പേര് അവിടെ എല്ലാവരും വളരെ എളുപ്പം പറയും. രമ്യയുടെ പേരും അങ്ങനെയാണ് പൊതുവെ പറയാറ്. അപ്പോൾ പ്രദീപ് അവിടെ വളരെ സുപരിചിതനാണെന്ന് എനിക്കറിയാം. ഏറ്റവും ഒടുവിൽ ഈ മാത്യു കുഴൽനാടൻ തുടങ്ങി വെച്ചൊരു വിവാദമുണ്ടല്ലോ. ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിയെ നഷ്ടപ്പെടുത്തി പിണറായി വിജയൻ സർക്കാർ. ഇത് ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ടോ പ്രദീപ്? ഇല്ല ഡോക്ടർ, അത് അത്തരം കാര്യം ഞാനിപ്പോൾ സത്യത്തിൽ അത് ഇന്നലെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ വിവരം, ഞാൻ വിഷ്വൽസോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. രാത്രി വരെ ഒരു ഇടയിലാണ് ഇങ്ങനെ സംസാരിച്ചത്. മാത്യു കുഴൽനാടൻ MLA ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെന്ന്. അത് സത്യത്തിൽ എന്താണ് അദ്ദേഹം ഇങ്ങനെ ചുരുങ്ങി ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഇവിടെ വ്യക്തികളിലല്ല, ഒരു പ്രസ്ഥാനം ഏൽപ്പിക്കുന്ന പണി അത് വളരെ കൃത്യമായി ഏത് വകുപ്പായാലും സ്റ്റഡി ചെയ്ത് ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തെറ്റായിപ്പോയി. ഇന്നിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് എൻ്റെ സ്വന്തം നാട്ടിൽ കുറേ പ്രായമുള്ള അമ്മമാരും ഇവരൊക്കെ ഉണ്ട്. അവർ എന്നെയും അതുപോലെ തന്നെ വൈഫിനെയൊക്കെ വിളിച്ച് പറഞ്ഞു ഒന്ന് കാണണമെന്നുണ്ട്, കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്ന് ഒരു 10-11 മണി വരെ നാട്ടിൽ പ്രധാനപ്പെട്ട പ്രായമുള്ള കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി കണ്ട് പിന്നീട് മറ്റു പ്രദേശങ്ങളിൽ അവിടെ പാർട്ടി കേന്ദ്രത്തിൽ നിശ്ചയിച്ച് തന്ന പ്രദേശങ്ങളെല്ലാം ഒന്ന് പോയി അവിടെ കാണാം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ടേമിൽ MLA ആവുന്ന സമയത്തെ മത്സരം ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. ആ മത്സരമായിരുന്നോ അതല്ല ഈ പ്രചരണ സമയമായിരുന്നോ ഏറ്റവും കടുപ്പമേറിയത്? ഈ കടുപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും അവരുടെ പുറമേ ഉള്ള പ്രവർത്തകരെല്ലാം വന്ന് ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. ചേലക്കരയിലെ ലോക്കൽ, അതായത് സാധാരണ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ കാണാത്ത പ്രവർത്തനമാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയ രീതിയിലും പുതിയ ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള വഴികളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നുണകൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് പല മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ജനാധിപത്യത്തിന് ചേർന്നതല്ല. എന്തായാലും അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ കാണാത്ത ഒരു പ്രവർത്തനം ഇപ്പോൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത്.
ഈ വോട്ടർമാരുടെ ഇടയിലും പ്രവർത്തകർക്കിടയിലും ഒക്കെ ഒരു ആവേശം ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ കൊട്ടിക്കലാശത്തിലൊക്കെ അത് പ്രകടമാവുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രദീപിനെ മണ്ഡലത്തിലുള്ള പല ആളുകൾക്കും വളരെ ഇഷ്ടമാണ്. പ്രദീപിന് വ്യക്തിപരമായ ആർക്കും വിയോജിപ്പില്ല. ഞാൻ ഇന്നലെ കോൺഗ്രസിന് വോട്ട് കൊടുക്കും എന്ന് പറയുന്നവർ പോലും പ്രദീപ് നല്ല വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടാണ് അവർ അവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്തവണ BJPയുടെ സാന്നിധ്യം എങ്ങനെയാണ്? അത് ഏതെങ്കിലും തരത്തിൽ വോട്ട് ഷിഫ്റ്റ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇല്ല, BJPയുടെ വോട്ട് അവർ തന്നെ ചെയ്യിപ്പിച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. അത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടാവാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഈ സുധീർ വോട്ട് പിടിക്കുന്നത് SDPയുടെ വോട്ടാണെന്ന് SDPക്കാർ പറയുന്നു. SDP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുധീറിന്. അത് കോൺഗ്രസ് ക്യാമ്പിൽ ചെറിയ ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? SDPയുടെ വോട്ട് UDFിൽ നിന്ന് പിളർന്ന് സുധീറിലേക്ക് പോയാൽ 10,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാവും. അതിപ്പോൾ അത്തരത്തിലായി ഇവിടെ അന്ന് 2016 MLA ആയുള്ള സമയത്ത് ജനം തന്ന അവസരം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് 5 കൊല്ലം വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും എല്ലാം ഒരുപാട് ശ്രദ്ധിക്കാനും ആരോഗ്യ മേഖലയിൽ അപ്ഗ്രഡേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടെല്ലാം എല്ലാ ഇടപെടലും നടത്തിയത് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും അത് നല്ലപോലെ വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ അതിപ്പോൾ പറഞ്ഞ സംഘടനകളടക്കം മുഴുവൻ 100% അങ്ങോട്ട് പോകില്ല. അവർ ചിന്തിക്കലോ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറകളെല്ലാമാണല്ലോ കൂടുതൽ ഇപ്പോൾ ഇന്ന് കേരളത്തിനകത്ത്. തലമുറകളെല്ലാം വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന ഒരു സംസ്ഥാനമാണല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ നല്ലപോലെ ചിന്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു പ്രദീപ്. സമയം കളയുന്നില്ല. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾ ചെന്ന് കാണാനുള്ളവരെയൊക്കെ കാണുക. മണ്ഡലത്തിൽ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UR പ്രദീപ്. താങ്ക് യു UR പ്രദീപ്. ഓൾ ദി ബെസ്റ്റ് UR പ്രദീപ്.